ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ സ്നേഹം ലോകമെമ്പാടും നൽകുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ ഓരോ നഴ്സുമാരും. പലപ്പോഴും അർഹിക്കുന്ന വേതനമോ പരിഗണനയോ അംഗീകാരമോ ലഭിക്കാതെ വരുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ വചനവും, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന അവിടുത്തെ വാഗ്ദാനവുമാണല്ലോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്നത്തെ നഴ്സസ് ടൈമിലൂടെ നഴ്സുമാരുടെ രോഗി ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന ചെറിയ ദൈവാനുഭവങ്ങൾ നമുക്ക് ശ്രവിക്കാം. തനിച്ചല്ല, ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഒരു കൂട്ടുകാരിയുമുണ്ട്. എൻ്റെ പേര് ജോഷി. ഞാൻ ജീവിത പങ്കാളിയും 2 മക്കളായിട്ട് ഷാർജയിൽ താമസിക്കുന്നു. എൻ്റെ പേര് ആശ. ഞാൻ ഹസ്ബൻഡിനൊപ്പം ഷാർജയിൽ താമസിക്കുന്നു. ഡ്യൂട്ടി കഴിഞ്ഞെത്തിയിട്ട് ജോഷിച്ച് ടയേർഡാണോ? കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വളരെ സന്തോഷത്തിലാണ്. ആശ സാരമില്ല, നമുക്ക് ആ ക്ഷീണമൊക്കെ മാറാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു 4 വരി പാട്ട് പാടാം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തന്നെ, ശക്തിയാൽ നിറയ്ക്കണേ. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നിൽ പെയ്തിറങ്ങണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങേണമേ. നല്ല ഉഷാറായി. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചേച്ചി നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വരാൻ കാരണം ചേച്ചിയുടെ അമ്മയാണെന്ന്. ചേച്ചിനെ എങ്ങനെയാണ് ചേച്ചിയുടെ അമ്മ സ്വാധീനിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ആശ, അമ്മ തന്നെയാണ് എൻ്റെ പ്രചോദനം. അമ്മ വിവാഹത്തിന് മുമ്പ് അസിസ്റ്റൻറ്റ് നഴ്സായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. വിവാഹത്തിന് ശേഷം പിന്നെ വീടിനടുത്തുള്ള രോഗികളൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ അമ്മ കൂട്ടിനായിട്ട് എന്നെ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. അമ്മ ഇങ്ങനെ രോഗികൾക്ക് കൊടുക്കുന്ന വളരെ സ്നേഹത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്നതും രോഗികൾ അമ്മേനെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെ രോഗികൾ പെരുമാറുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അന്ന് മുതലേ എൻ്റെ ഊണിലും ഉറക്കത്തിലും സ്വപ്നങ്ങളിലൊക്കെ എനിക്കൊരു നഴ്സായി മാറണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. ആശ എങ്ങനെയാണ്? ആശ ഇതുപോലെ ആഗ്രഹിച്ച് തിരഞ്ഞെടുത്ത് തന്നെയാണോ ഈ ഒരു ജോലി? ഞാൻ അങ്ങനെ ചേച്ചിയുടെ പോലെ ഒരു പാഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വരാൻ ശരിക്കും ഒരു ആകസ്മികമായിട്ട് ഞാൻ വന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടീച്ചിങ് പ്രൊഫഷനെ ആഗ്രഹിച്ചു, പക്ഷേ നഴ്സിംഗിലേക്ക് ആകസ്മികമായി വന്നു. അതിനുശേഷം നഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പോൾ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ വന്നതിന് ശേഷം ശരിക്കും നഴ്സിംഗ് എന്നൊരു പ്രൊഫഷൻ ദൈവവിളിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞാൻ പലപ്പോഴും എൻ്റെ ഭർത്താവിനോട് പറയാറുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ എന്തെങ്കിലും ടെൻഷനോ ഒക്കെ ആയിട്ടാണ് ഞാൻ ജോലിക്ക് പോണതെങ്കിലും ജോലിക്ക് കയറി കഴിഞ്ഞ് രോഗിയെ ശുശ്രൂഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊക്കെ മറക്കും. പിന്നെ അവരുടെ വിഷമങ്ങളെല്ലാം ഏറ്റെടുക്കാനും
ഈശോയുടെ സ്നേഹം അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഈ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ജോഷി ചേച്ചി പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു, ജോഷി ചേച്ചി അമ്മയിൽ നിന്നാണ് പ്രചോദനം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ശരിക്കും മദർ തെരേസ ഇതുപോലെയായിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ അമ്മ വീട്ടിൽ പണിയൊക്കെ ഒതുക്കിയിട്ട് അനാഥ മന്ദിരത്തിൽ പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കായിരുന്നു. ഇത് പക്ഷേ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവസം അമ്മ പോയതിന് ശേഷം മദർ തെരേസ അമ്മയെ അറിയാതെ അമ്മയുടെ പിന്നാലെ പോയി. അതിനുശേഷം അമ്മ കാണാതെ നോക്കുമ്പോൾ മദർ തെരേസ കാണുന്നത് അമ്മ രോഗികളെ ശുശ്രൂഷിക്കുന്നതാണ്. അതാണ് മദർ തെരേസേനെ നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഒരു വിശുദ്ധിയാക്കി മാറ്റിയത്. എനിക്ക് ചേച്ചി അത് പറഞ്ഞപ്പോൾ ശരിക്കും ചേച്ചിയുടെ ജീവിതത്തിലേക്ക് മദർ തെരേസയുടെ പോലത്തെ ഒരു അനുഭവമാണല്ലോ ഉണ്ടായതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോയി. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ചേച്ചീനെ ശരിക്കും ഏതെങ്കിലും വിശുദ്ധര് നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വരാനായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ ബെർട്ടിലയാണ്. കാരണം വിശുദ്ധ ബെർട്ടില ഒരു നേഴ്സായിരുന്നു. നേഴ്സായിട്ട് ജീവിച്ച് മരിച്ച വിശുദ്ധ ആയതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും മാധ്യസ്ഥ അപേക്ഷിക്കാറുണ്ട് ഈ വിശുദ്ധ ബെർട്ടിലയോട്. വിശുദ്ധ ബെർട്ടില ശരിക്കും പറഞ്ഞാൽ ഒരു കഴിവില്ലാത്ത ആളാണ്. അങ്ങനെ വലിയൊരു ജോലിയിലൊന്നും ഒത്തിരി മിടുക്ക് കാണിക്കുന്ന ആളൊന്നല്ലായിരുന്നു. അധികാരികൾ തന്നെ അവളെ പലപ്പോഴും കിച്ചൺ ഡ്യൂട്ടിയിലേക്കും അല്ലെങ്കിൽ ലോണ്ടറി ഡ്യൂട്ടിയിലേക്കും ഒക്കെ വിട്ടിരുന്നത്. പിന്നീട് അവളെ ഈ കുട്ടികളെ ശുശ്രൂഷിക്കുന്ന പീഡിയാട്രിക് വാർഡിലേക്ക് അപ്പോയിൻ്റ് ചെയ്തു. അവിടെ ഈ ബെർട്ടില രോഗികളെ നന്നായി ശുശ്രൂഷിച്ച്, പിന്നെ അതുപോലെ യുദ്ധങ്ങളിലൊക്കെ പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കാറുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും വായിച്ചപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തോന്നിയത്, ഈ ബെർട്ടില പിന്നെ വിശുദ്ധയാക്കുന്ന സമയത്ത് ബെർട്ടില ശുശ്രൂഷിച്ച രോഗികൾ ആ ചടങ്ങിലുണ്ടായിരുന്നു. നമ്മൾ എത്ര വിശുദ്ധമായൊരു ജോലിയല്ലേ ചെയ്യുന്നത്. രോഗികളെ എത്രമാത്രം നമുക്ക് ഈ വിശുദ്ധ ബെർട്ടിലയോട് നമുക്ക് മധ്യസ്ഥ അപേക്ഷിച്ചിട്ട് നമുക്ക് രോഗികളെ അതുപോലെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് മധ്യസ്ഥ അപേക്ഷിക്കാം അല്ലേ? ശരിക്കും ചേച്ചി അത് പറഞ്ഞപ്പോൾ നമ്മൾ ശുശ്രൂഷിച്ച രോഗികൾ ഒരു നമ്മൾ തന്നെ വിശുദ്ധയായിട്ട് മാറുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ അനുഗ്രഹമുള്ളൊരു ഇതാണല്ലേ അത്. ശരിക്കും സന്ദർഭമാണ് അത്. ഞാൻ ഇത് ചേച്ചി ഷാജ നഴ്സസ് മിനിസ്ട്രിയിൽ പറഞ്ഞിരുന്നല്ലോ. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ചേച്ചി പറഞ്ഞപ്പോൾ ഒത്തിരി എനിക്കതൊരു പ്രചോദനമായി മാറി. കാരണം ചേച്ചി പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ചേച്ചി പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രകോടി എടുത്ത് കിടക്കാനല്ല, യൂണിഫോം ഇട്ട് എനിക്ക് കിടക്കണം എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ അത് ശരിക്കും നമ്മളൊരു ഭൂമിയിലെ മാലാകമാരെന്ന് വിളിക്കുന്ന നമ്മൾ മരിച്ചതിന് ശേഷം ആ നഴ്സിങ്ങിനോടുള്ള നമ്മുടെ ആ ദേവിളിയായിട്ട് തന്നെ കൂടി കണക്കാക്കിയിട്ട് പുരോഹിതരുടെ വസ്ത്രം, സന്യസ്തരുടെ വസ്ത്രം ഇട്ട് മരിച്ചു കിടക്കുന്നത് പോലെ നമ്മൾ നഴ്സുമാർ മരിച്ചു കിടക്കുമ്പോൾ യൂണിഫോം ഇട്ട് കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ അത് അങ്ങനെ ഒരു ചിന്ത ദൈവം ചേച്ചിക്ക് തന്നത് എത്രയോ വലിയൊരു കാര്യമാണ് ശരിക്കും. നമ്മൾ ഈ ജോലിക്ക് പോകുമ്പോൾ ഇതൊരു വലിയൊരു ദൈവവിളിയല്ലേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയും നമ്മുടെ ശുശ്രൂഷയോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചും കൂടി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു ജോലിയല്ലേ. പാശ പറഞ്ഞ പോലെ ആ രോഗികളിൽ നമ്മൾ ഈശോനെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞിരിക്കുന്നത് പോലെ പാദങ്ങൾ കൊണ്ട് ഭൂമിയിൽ നടക്കുക, പക്ഷേ ഹൃദയം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലായിരിക്കട്ടെ. അത് ശരിക്കും നമ്മുടെ ഈ ജോലിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം ചേച്ചി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരാണ്, നമ്മുടെ ദിവ്യകാരുണ്യത്തിൻ്റെ അപ്പസ്തോലയായിട്ടുള്ള സിസ്റ്റർ ഫൗസ്റ്റീനോട് ഈശോ പറയാണ്, നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ വിജയമല്ല ഞാൻ നോക്കുന്നത്, നീ ആ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് എത്രത്തോളം പരിശ്രമിച്ചു, ആ പരിശ്രമത്തെയാണ് ദൈവം മാനിക്കുന്നതെന്ന്. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടും ആ രോഗിക്ക് അല്ലെങ്കിൽ ആ ഒരു അസുഖം മാറിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ചെയ്തിട്ടും എനിക്ക് അതിനുള്ളൊരു അംഗീകാരം കിട്ടണില്ല, പരിഗണന കിട്ടണില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ രോഗിയെ ശുശ്രൂഷിക്കാനായിട്ട് നമ്മളെടുക്കുന്ന എഫേർട്ട് ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു രോഗീനെ തന്നെ ക്ലീൻ ആക്കുമ്പോൾ വീണ്ടും ആ രോഗിക്ക് എന്തെങ്കിലുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ആ രോഗിനെ വീണ്ടും ക്ലീൻ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ ശ്രമങ്ങൾ എടുക്കുമ്പോൾ നമ്മളത് മുറുമുറുക്കൊന്നും കൂടാണ്ട് പെറുക്കാതെ ചെയ്യുമ്പോൾ അതിനെയാണ് ദൈവം മാനിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആശങ്ക വിശുദ്ധ ഫൗസ്റ്റീനെ പറ്റി പറയുമ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത്, വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്, മരിക്കുന്ന ഒരു രോഗിയുടെ അടുത്ത് നിങ്ങളൊരു കരുണയുടെ ജപമാല ചൊല്ലുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് വിധിക്കുന്ന ഒരു വിധിയാളനായിട്ടല്ല, നീതിയുടെ വിധിയാളനായിട്ടല്ല വരുന്നത്, കരുണയുടെ രക്ഷകനായിട്ടാണ് ആ രോഗിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ICUലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് രോഗികളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കരുണക്കൊന്ത ചൊല്ലി, പ്രത്യേകിച്ച് അൺകോൺഷ്യസ് ആയിരിക്കാം,
വെന്റിലേറ്ററിലൊക്കെ ഇരിക്കുന്ന ആരും ഉണ്ടാവില്ല അല്ലേ കൂടെ. ഒരു കരുണക്കൊന്തൊക്കെ ചെയ്യണമെങ്കിൽ എത്രയും ആത്മാക്കളെ നമുക്ക് നേടാൻ പറ്റും അല്ലേ. ഇത്രയും ഇങ്ങനെയൊരു നല്ലൊരു പ്രൊഫഷൻ നമുക്ക് ഇത്രയും ആത്മാക്കളെ നേടാനും ഒക്കെ പറ്റുന്ന ഒരു പ്രൊഫഷൻ എനിക്ക് തോന്നുന്നു വേറെ ഇല്ല എന്ന് തോന്നുന്നു. ചേച്ചി ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു അനുഭവം ഓർമ്മ വരാണ്. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരു അമ്മച്ചീനെ എനിക്ക് ശുശ്രൂഷിക്കാനായിട്ട് കിട്ടുകയാണ്. ഞാനതിനെ എൻ്റെ കേസ് പ്രസൻറ്റേഷനായിട്ട് എടുത്തതാണ്. പക്ഷെ ആള് ഇങ്ങനെ പക്ഷാഘാതം വന്നിട്ട് ശരിക്കും ആള് എന്നെ കണ്ടിട്ടില്ല. എനിക്ക് അമ്മച്ചിനെ കിട്ടുമ്പം അമ്മച്ചി ഫുള്ളായിട്ട് അബോധാവസ്ഥയിലായിരുന്നു. പക്ഷെ എന്നാലാവുന്ന വിധം ഞാൻ എല്ലാ കെയറും അമ്മച്ചിക്ക് കൊടുത്തിരുന്നു. ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം അടക്കം പോയി ഞാൻ അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കും, ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ ലീവിന് എന്തോ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് അമ്മച്ചി മരിച്ചു പോയെന്നാണ്. പക്ഷെ ഞാനതൊരു കേസ് പ്രസൻറ്റേഷനായിട്ട് എടുത്തതായതുകൊണ്ട് ഞാൻ ആ കേസ് പിന്നെ ഞാൻ എൻ്റെ മാഡത്തിന് സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ശുശ്രൂഷിച്ച രോഗി ഭേദപ്പെട്ടില്ലല്ലോ. ഓൾറെഡി അത് വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു അമ്മച്ചി. അപ്പോൾ അതുകൊണ്ട് അത് ഭേദപ്പെടാത്തതുകൊണ്ടും പിന്നെ അത് മരിച്ചു പോയതുകൊണ്ടും അതെൻ്റെ മാർക്കിനെ ഒത്തിരി അത് കുറച്ച് എഫക്റ്റ് ചെയ്തു. പക്ഷേ പിന്നെ ഞാൻ ആ സംഭവം അപ്പം എനിക്ക് ഒത്തിരി വിഷമമായി, എൻ്റെ മാർക്കിനെ അത് ബാധിച്ചുള്ളൂ. പക്ഷേ ഞാൻ ഒത്തിരി ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു, അമ്മച്ചി കെയർ കൊടുക്കാനൊക്കെ ഞാൻ ഒത്തിരി പരിശ്രമിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായി എനിക്ക്. പിന്നെ ഞാനത് പതുക്കെ മറന്നുപോയി. പിന്നെ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു പിരീഡ് സൈഡിൽ കൂടെ നടന്നു പോവാണ്. പെട്ടെന്ന് സിസ്റ്ററേന്ന് വിളിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റർ ഒരു 2 വർഷം മുമ്പ് ശുശ്രൂഷിച്ചിട്ടുള്ള അമ്മച്ചിയുടെ മക്കളാണ് ഞങ്ങൾ. സിസ്റ്റർ അന്ന് അമ്മച്ചിനെ ശുശ്രൂഷിച്ചതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾക്കറിയാം അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ സിസ്റ്റർ ചെയ്തു, എന്നാലും അമ്മച്ചിനെ ദൈവം വിളിച്ചു, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ എന്നോട് പറഞ്ഞപ്പോൾ ദൈവം അത് മാനിച്ചു എന്നുള്ളത് നേരത്തെ സിസ്റ്റർ ഫൗസ്റ്റിൻ്റെ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ദൈവം എൻ്റെ ആ ശുശ്രൂഷനെ ദൈവം മാനിച്ചു എന്ന് എനിക്ക് ആ സമയത്ത് ശരിക്കും തോന്നിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ ആശ ശരിക്കും ആ രോഗിക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അതത്രയും ഫീൽ ചെയ്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ജോഷി ചേച്ചി എങ്ങനെയാണ് ഓരോ ദിവസം ഇപ്പോൾ നമ്മുടെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രോഗി മേഖലയ്ക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് തുടങ്ങുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് യൂണിഫോം ഇടുമ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് യൂണിഫോം ഇടാം. അതിനെ പറയാം ആത്മീയമായിട്ട് തന്നെ ഒരുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂണിഫോം ഇടുന്നത് തന്നെ. പിന്നെ ഭൂമിയിലെ മാലാഖമാരാണെന്നല്ലേ നമ്മളെ പറയുന്നത്. അപ്പോൾ ശരിക്കും ഓരോ രോഗിയുടെ അടുത്തേക്കും ചെല്ലുമ്പോഴും ഈശോയെ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു മാലാഖയായിട്ട് തന്നെ രൂപപ്പെടുത്തി എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോവുക. പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ അന്നത്തെ ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന എല്ലാ രോഗികളെയും വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഇതുവരെ നമ്മൾ ഇത്രയും കൊല്ലമായില്ലേ നഴ്സിംഗ് ചെയ്യുന്നു, അപ്പോൾ ഒത്തിരി രോഗികൾ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. ആ രോഗിയുടെ ആത്മാക്കളൊക്കെ ഈശോയെ നിൻ്റെ മുഖം കാണുവാനായിട്ട് അവരൊക്കെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഗ്രോട്ടോയുടെ അവിടെ ചെന്നിട്ട് മാതാവിനോട് പറയും, അമ്മേ മാതാവ് ഏലിശമ്മ പുണ്യവതിയെ സന്ദർശിക്കാൻ പോയില്ലോ, ശുശ്രൂഷിക്കാനായിട്ട് പോയില്ലോ, അതുപോലെ എൻ്റെ കൂടെ വരണേ, മാതാവ് കൂടെ വരണേ. ഇന്ന് ഏതൊക്കെ നഴ്സുമാർ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് അവരൊക്കെ കൂടെ പോകണട്ടോ എന്ന് ഞാനിങ്ങനെ മാതാവിനോട് പറയും. അപ്പോൾ അതേ ഏലിശമ്മ പുണ്യവതിയിൽ മാതാവിനെ കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ സന്തോഷം നമ്മളെ രോഗികൾ കാണുമ്പോൾ നമ്മളുടെ ശുശ്രൂഷ കിട്ടുന്ന രോഗികൾ അതേ സന്തോഷം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എന്നും പോവാറ്. പിന്നെ ഒരു രോഗിയിൽ നിന്ന് അടുത്ത രോഗിയിലേക്ക് പോകുന്ന സമയം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോവാറ് എപ്പോഴും. ആശ എങ്ങനെയാണ് ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? എല്ലാ ദിവസവും പറ്റാവുന്നതും ഞാൻ ദിവ്യബലിക്ക് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം ചേച്ചി അതിനെ ഒത്തിരി നല്ലതായിട്ട് ചേച്ചി ഒത്തിരി എന്താ പറയുക എല്ലാവരും ആത്മീയമായിട്ട് ഒരുങ്ങി പോകുന്നതോടൊപ്പം തന്നെ ഞാൻ ശ്രമിക്കുന്നത് വെച്ചാൽ നമ്മൾ കയ്യിലെടുക്കുന്നത് ജീവനുകളാണ്. നമ്മൾ കയ്യിലെടുക്കുന്ന ജീവനുകൊണ്ട് നമ്മൾ മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ്, നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് അവരുടെ ആരോഗ്യത്തെയും നമ്മളെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈശോയെ നീ ശക്തിപ്പെടുത്തണം, നീ കൂടെ ഉണ്ടാവണം. ലോകമെമ്പാടുമുള്ള നഴ്സുമാർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാറുണ്ട് എല്ലാ ദിവസത്തെ കുർബാന. പിന്നെ ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീണ്ടും ഞാൻ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ വീട്ടിൽ. അതിൽ ഈശോയുടെ മുൾമുടി അണിഞ്ഞു നിൽക്കുമ്പോൾ ഈശോയുടെ കണ്ണുനീരും തിരുരക്തവും ഒക്കെ ഒലിച്ചിറങ്ങുന്നൊരു ഫോട്ടോയാണ്. ഞാനപ്പോൾ 2 കൈകൾ എൻ്റെ ചേർത്ത് വെച്ചിട്ട് ഈശോയുടെ മുഖത്ത് ഞാൻ ചേർത്ത് വെച്ചിട്ട് പറയും, ഈശോയെ നിൻ്റെ ഈ കണ്ണുനീരും ഈ തിരുരക്തവും
ഇന്ന് ജോലിക്ക് ഇറങ്ങുന്ന ഞാൻ മൂലം അതോടൊപ്പം തന്നെ ലോകമെമ്പാടും ജോലിക്ക് ഇറങ്ങുന്ന എല്ലാ നഴ്സുമാരും ഞങ്ങൾ രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അത് തുടയ്ക്കപ്പെടട്ടെ കർത്താവേ. നിന്റെ രക്തവും ആ കണ്ണീരും തുടയ്ക്കപ്പെട്ട് നിനക്ക് ആശ്വാസം ലഭിക്കട്ടെ ഞങ്ങളുടെ ശുശ്രൂഷ വഴിയായിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയോടും പറയും, ചേച്ചി പറഞ്ഞതുപോലെ തന്നെ എലിസബത്തിൻ്റെ അടുത്തേക്ക് തിടുക്കത്തിൽ പോയതുപോലെ തിടുക്കത്തിൽ ചെന്ന് ഓരോ രോഗിക്കും വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള വലിയ കൃപ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ചില നഴ്സുമാരെ നമുക്കറിയാൻ പറ്റും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. ജോലി സമയത്ത് അവർക്ക് ശരിക്കും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജോലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ പ്രത്യേകം അവർ ആ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കാലത്ത് അവർ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി പോവും. പിന്നെ വണ്ടി കയറുന്നതിന് മുമ്പ് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഇന്നത്തെ ജോലിക്ക് ഇറങ്ങുന്ന എല്ലാ നഴ്സുമാരെയും സമർപ്പിച്ചിട്ട് 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് ഞാൻ വണ്ടി കയറിയിട്ട് പോകാറുള്ളൂ ഡ്യൂട്ടിക്കായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അത് ഒത്തിരി അനുഗ്രഹമുള്ളതായിട്ട്. ശരിയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി പോണ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം തന്നെയാണ് അല്ലേ? അത് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ കമ്മ്യൂണിറ്റി നഴ്സിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ട് പോകുന്നതും പ്രാർത്ഥിച്ചിട്ട് പോവാത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് മാറുന്ന പോലെ. പിന്നെ ആ രോഗികളുടെ അടുത്തേക്ക് നമ്മൾ ചികിത്സയേക്കാളും കൂടുതൽ നമ്മുടെ ഒരു സ്നേഹം അവരിലേക്ക് ഒഴുക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് അവരൊന്ന് കേൾക്കാനുള്ള ഒരു ഇത് നമുക്ക് അത് ശരിക്കും ഈശോനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട്, ഈശോനെ സ്വീകരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവെന്ന് അറിയുന്നൊരു അവസ്ഥയാണ് അത്. ശരിക്കും ജോഷേച്ചി ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കൊരു അനുഭവം ഓർമ്മ വരാണ്. ഞാൻ എന്നും ഇഞ്ചക്ഷൻ കൊടുക്കുന്നൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കണം. അപ്പം ഞാൻ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ എന്നും എന്നെ ചീത്ത പറയും, ഇന്നും വന്നു നീ, ഇന്നും എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടോ, പിന്നെ പോകുമ്പോഴായാലും ഇത് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും അമ്മച്ചി ചീത്ത പറയും. അപ്പം എനിക്കായാലും കയറി ചെല്ലുമ്പോൾ ഒരു വിഷമം ആവാറുണ്ട്. അമ്മച്ചി എന്നും ഇഞ്ചക്ഷൻ കൊടുക്കണമല്ലോ, അമ്മച്ചി എന്നെ ചീത്ത പറയില്ലോ. എനിക്കറിയാം, വെച്ചാൽ നമുക്കറിയാം അത് വേദനിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അമ്മച്ചിക്ക് അത്ര ബുദ്ധിമുട്ടെന്നൊക്കെ. പിന്നെ ഞാൻ പതുക്കെ എൻ്റെ ഈശോയെ ഞാൻ എന്താ ചെയ്യുക അമ്മച്ചിയുടെ അടുത്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഒരു ദിവസം വന്നപ്പോൾ എന്നും ഞാൻ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വീടുകളിൽ നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സിങ്ങിന് പോകുന്നത് കൊണ്ട് ഞാൻ കെയർടേക്കർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവരെ നോക്കുന്ന സ്ത്രീ വന്നില്ല. വരാനായിട്ട് ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നേരത്ത് ഞാൻ അമ്മച്ചിയോട് ചോദിക്കാൻ തുടങ്ങി, അമ്മച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഭക്ഷണം കഴിച്ചോ? അപ്പോൾ അമ്മച്ചിയുടെ തോളത്ത് കൈ ഇട്ടൊക്കെ ചോദിച്ചപ്പോൾ പിന്നെ അമ്മച്ചി പതുക്കെ ചിരിക്കാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ചിരിച്ചെന്നോട് വർത്താനം പറഞ്ഞു. അന്ന് വൈകിട്ട് എന്നോട് ഞാൻ ജസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇറങ്ങുന്ന നേരത്ത് അമ്മച്ചി എന്നോട് കൈ പൊക്കി സലാമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നീട് ഞാൻ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ ഇതുപോലെ എന്നും ഞാൻ അമ്മച്ചിയുടെ അടുത്ത് വർത്താനം പറയും. ഒരു 1-2 മിനിറ്റ് ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളൂ. പിന്നീട് അപ്പം ഞാനിപ്പോൾ ചെല്ലുന്നത് അമ്മച്ചിക്ക് ഒരു അരോചകമായിട്ട് തോന്നുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊക്കെ എനിക്ക് ദിവ്യബലിയിലൂടെയാണെന്ന്, ദിവ്യബലിയോടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈശോയെ മൂലമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ ജോലിക്ക് വേണ്ടി പോണ പോലെ പോകുമ്പോഴാണ് നമുക്കതൊരു രോഗിക്കും നമ്മളെ സ്വീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, നമുക്കും ആ രോഗിയെ സ്വീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടല്ല. അത് ശരിക്കും ഒരു ശുശ്രൂഷയായിട്ട് ഒരു സ്നേഹപൂർവ്വമായിട്ട് സ്വന്തം അപ്പനെയും അമ്മേനെയും കാണുന്ന പോലെ അവരെ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രോഗിയും നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും. നമുക്കും അവരെ ഒരു പ്രത്യേക ഒരു സ്നേഹം അവരോട് നമുക്ക് തോന്നും. അത് ശരിക്കും നമ്മൾ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴുള്ള ആ ഈശോന്റെ ഒരു കരുണയാണ് നമ്മളേക്ക് ഒഴുകുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ശരിക്കും നമ്മുടെ ഈശോ കരുണ ഒഴുക്കും. നമ്മളിപ്പോൾ ചേച്ചിയും ഞാനൊക്കെ പറയുന്നത് പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരും ഇതുപോലെ ഈശോയുടെ ഒത്ത് എല്ലാ ദിവസവും നടക്കുകയാണെങ്കിൽ ഒത്തിരി രസമായിരിക്കില്ലേ. കാലത്ത് ഈ പ്രാർത്ഥിച്ചിറങ്ങണോ, ഡ്യൂട്ടി ചെയ്യുമ്പോഴായാലും ഒരു രോഗിയുടെ അടുത്ത് നിന്ന് മറ്റൊരു രോഗിയുടെ അടുത്ത് പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഡ്യൂട്ടിയുടെ ഇടയിൽ സഹപ്രവർത്തകരോടായാലും ഈശോനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുക, വല്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ മീഡിയ നോക്കിയിരിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതെ ഈശോനെ കുറിച്ചിട്ട് അവരെ പങ്കുവയ്ക്കുക. അതൊക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും ഈശോയുടെ ഒത്താന്നുള്ളൊരു വലിയൊരു ചിന്ത വരില്ലേ നമുക്ക് ശരിക്കും. അങ്ങനെ ഒരു പാട്ടില്ലേ, ദിനവും യേശുവിൻ്റെ കൂടെ എന്നുള്ളത്, അതൊന്ന് പാടോ? ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നീശുനാഥ.
ആശയ്ക്ക് ഏതെങ്കിലും വിശുദ്ധരെ ഒരു പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. മാതാവിൽ വിളങ്ങിയിരുന്ന 8 പുണ്യങ്ങൾ, അതിലും മെയിനായിട്ട് എളിമ, വിശുദ്ധി, അനുസരണം കൊണ്ട് എന്നെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികളെയും നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് എനിക്കത് പ്രചോദനമായത് വിശുദ്ധ റീത്ത പുണ്യവതിയിൽ നിന്നാണ്. റീത്ത പുണ്യവതി അമ്മയായിട്ട് ജീവിച്ച് ഭാര്യയായി, അമ്മയായി, വിധവയായതിനു ശേഷം അവളൊരു കന്യാസ്ത്രീ മഠത്തിലേക്ക് വിശുദ്ധ കടന്നു ചെല്ലുമ്പോൾ മദർ അവളെ പരീക്ഷിക്കുകയാണ് എത്രത്തോളം അനുസരണം ഉണ്ട്, എത്രത്തോളം വിധേയത്വം ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് ഉണങ്ങിയ ഒരു മുന്തിരിയുടെ കമ്പ് കൊടുത്തിട്ട് അത് തലതിരിച്ച് കുഴിച്ചിട്ടിട്ട് പറയാണ് വെള്ളം ഒഴിക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ ആരായാലും ചിലപ്പോൾ ചോദ്യം ചെയ്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വിശുദ്ധ അതെല്ലാം അനുസരിച്ചുകൊണ്ട് അതിനൊരു മുറുമുറുപ്പും കൂടാണ്ട് അത് കുഴിച്ചിട്ട് അതിന് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ദൈവം അതിനെ മാനിക്കുകയാണ്. ഇന്നും ആ മുന്തിരി ചെടിയിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഇല പൊടിച്ച് രോഗികൾക്ക് സൗഖ്യത്തിനായിട്ട് കൊടുത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈശോ എത്രമാത്രം ആ ഒരു ചെറിയ അനുസരണത്തെ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയിലനുസരിച്ച് അതൊരു പൊട്ടത്തരം പോലെ, ഒരു പൊട്ടബുദ്ധി പോലെ നമുക്ക് തോന്നാം. പക്ഷേ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ വിശുദ്ധ അത് ചെയ്തപ്പോൾ അത് വലിയൊരു പുണ്യപ്രവൃത്തിയായി അതെന്നും നിലനിൽക്കുന്നു. ആ മുന്തിരിച്ചെടി വഴിയായിട്ട് ഇന്നും ആ വിശുദ്ധയുടെ ഓർമ്മ നിലനിൽക്കാണ്. എനിക്കത് ഒത്തിരി ആ വിശുദ്ധ പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്, അനുസരണം അല്ലേ, അധികാരികളെ അനുസരിക്കല്ലേ. അപ്പം നമ്മുടെ ജോലി മേഖലയിൽ നമ്മുടെ അധികാരികളെ അനുസരിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഇനി ഈ അനുസരണത്തിനും കുറച്ച് സഹനം വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ അധികാരികളെ അനുസരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ പറയും നമുക്ക് എന്തെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടോ നമ്മൾ ഈ അനുസരിക്കണേന്ന് പറയും. പക്ഷെ അതല്ല, ഈശോ കാണുന്നുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഈശോ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും നമ്മുടെ അധികാരികളെ അനുസരിക്കുമ്പോൾ ആ സഹനവും ഒക്കെ ദൈവം അതിനുള്ളൊരു ഫലം തരും നമുക്ക്. തീർച്ചയായിട്ടും ചേച്ചി അത് പറഞ്ഞത് വളരെ നല്ലതാണ്. എന്നുവെച്ചാൽ എളിമയും വിശുദ്ധി അനുസരണമൊക്കെ ഉണ്ടാകും, അതിലൊരു സഹനമുണ്ട്. ഞാൻ മറ്റുള്ളവരെ മുന്നിൽ എളിമപ്പെടുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ അധികാരികളായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെക്കാളും താഴ്ന്നത്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ജോലി അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മറ്റേതെങ്കിലും വിഭാഗക്കാരായിരിക്കാം. അപ്പോൾ അവരുടെ മുന്നിൽ അവർ പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്ടർ പറയുന്നത് തന്നെ ചിലപ്പോൾ അത് അത്ര കാര്യമുള്ള കാര്യമല്ലല്ലോ, ഞാനത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കാതെ നമ്മുടെ ഈശ്വരമുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദൈവം തീർച്ചയായിട്ടും മാനിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചില രോഗികൾ പറയും നമ്മൾ BP അപ്പാരറ്റസ് കെട്ടിയത് ശരിയായില്ല, അപ്പം നമുക്കറിയാം അത് ശരി തന്നെയാണെന്നുള്ളത്. പക്ഷെ നമ്മളത് അവിടെ എതിർക്കാണ്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ രോഗികളല്ലേ, അവരുടെ അസ്വസ്ഥത കൊണ്ടായിരിക്കും എന്തെങ്കിലും പറയണ്ടാവുക. അപ്പോൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്ത് അവർക്കത് സന്തോഷമായി. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാവുന്ന അനുസരിക്കുക, രോഗികളെ അനുസരിക്കുന്നത് ഒരു വലിയൊരു ഇതായിട്ട് ശരിക്കും പറഞ്ഞാൽ ജോഷി പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. എന്നുവെച്ചാൽ അതൊരു ചെറിയൊരു പ്രവൃത്തിയാണ്, പക്ഷെ അതിലൂടെ അവർക്കൊരു സംതൃപ്തി ഉണ്ട്. പക്ഷെ അതോടുകൂടി നമ്മളത് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അത് ഈശോന്റെ മുന്നിൽ നമ്മളെ ദൈവം അതെന്തായാലും വില തരും നമുക്കതിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങൾ, ഇപ്പം നമ്മുടെ ജീവിത പങ്കാളിയുടെ മൂലമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരികളോടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ, പക്ഷെ അതൊക്കെ പിറുപിറുക്കാതെ നമ്മളതെല്ലാം ഹൃദയത്തിൽ, ഇപ്പം പരിശുദ്ധ അമ്മ ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചു എന്ന് പറയുന്നത് പോലെ അമ്മ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അമ്മ ഒന്നും പ്രത്യേകിച്ച് ഒരു പിറുപിറുക്കും കൂടാതെ ദാരിദ്ര്യത്തിലും എല്ലാത്തിലും ഈശോടും ഔസേപ്പിതാവിനും ചേർന്ന് നിന്നതുപോലെ അത് ഇപ്പോഴും നമ്മൾ പരിശുദ്ധ അമ്മയെ നമ്മൾ ഇപ്പോൾ വണങ്ങാനായിട്ട് വലിയ കൃപ അതിലൂടെ നമുക്ക് ഒഴുകുന്നുണ്ട്. അതുപോലെ നമുക്കതിനുള്ള കൃപ ഇങ്ങനെ എളിമയിലൂടെയും വിശുദ്ധിയോടെയും ലഭിക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം, അല്ലേ ചേച്ചി? പിന്നെ ഞാൻ ചിലപ്പോൾ ഒക്കെ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഡ്രസ്സിങ്ങിനൊക്കെ പോകുമ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കും ഇന്ന് കുറച്ചെങ്കിലും ഒരു ഹീലിംഗ് ഉണ്ടാവും, എന്തെങ്കിലും മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവും, കുറച്ച് ഉണങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ മുറിവ് തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അന്ന് ഒത്തിരി പസ്സൊക്കെ ആയിട്ട് ഒത്തിരി മോശമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്ത വരും, എൻ്റെ ഈശോയെ എൻ്റെ എന്തെങ്കിലും കുറവുകൾ കാരണമാണോ ഈ രോഗിക്ക് സൗഖ്യം കിട്ടാനായിട്ട് തടസ്സമാകുന്നത്? അങ്ങനെ ആ ഒരു നമ്മുടെ വിശുദ്ധി ഒന്ന് ചിന്തിക്കാനായിട്ട്, നമ്മൾ ഒന്നുകൂടി വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ളൊരു വലിയ വെളിച്ചം അതിൽ നിന്ന് കിട്ടാറുണ്ട്. ഞാൻ ചേച്ചി ഇത് പറഞ്ഞപ്പോൾ ഓർക്കണത് നമ്മുടെ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഒരു ചെറിയൊരു അനുഭവം. സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് ഒരു ദിവസം അവിടെ ഊട്ടുശാല വൃത്തിയാക്കാൻ കൊടുക്കുകയാണ്. പക്ഷെ അത് വൃത്തിയാക്കാനായിട്ട് ആരോഗ്യം ഉണ്ടായില്ല അന്ന്. പക്ഷെ അത് മനസ്സിലാക്കാതെ മറ്റൊരു സിസ്റ്റർ പറഞ്ഞു, നീ അത് ചെയ്യാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ ഡെസ്കുമ കയറി ഇരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് കേട്ടപ്പോൾ സിസ്റ്റർ ഫൗസ്റ്റീന പറഞ്ഞു, അതെങ്ങനെ ഞാൻ ഡെസ്കുമ കയറി ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈശോയുള്ള അനുസരണം ഇതാണോ നിൻ്റെന്ന് മറ്റേ സിസ്റ്റർ ചോദിക്കുകയാണ്.
അത് കേട്ടതോടെ സിസ്റ്റർ കയറിയിരുന്നു, ഡെസ്കുമ്പോൾ വേഗം കയറിയിരുന്നു. പക്ഷേ പിന്നീട് സിസ്റ്റർ ഡെസ്കുമ്പോൾ ഇരിക്കുമ്പോൾ മറ്റുള്ള സിസ്റ്റേഴ്സ് ആ വഴിയിലൂടെ നടന്നു പോവാണ്. അവർ നടന്നു പോകുമ്പോൾ ഇപ്പോൾ സിസ്റ്ററിനേക്കാളും പ്രായം കൂടിയ സിസ്റ്റേഴ്സൊക്കെ നടന്നു പോകുമ്പോൾ അവരെയൊന്ന് ബഹുമാനിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാതെ സിസ്റ്റർ അവിടെ ഇരിക്കുമ്പോൾ മറ്റുള്ള സിസ്റ്റേഴ്സ് ഇതെന്താ അവൾ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു മുറിമുറുക്കുമ്പോൾ സിസ്റ്റർ ഫൗസ്റ്റീന ഈശ്വരമുള്ള അനുസരണത്തെ പ്രതി, ഈശ്വരമുള്ള സ്നേഹത്തെ പ്രതി അവിടെ തന്നെ ഇരിക്കുകയാണ്. ഡെസ്കുമ്പോൾ തന്നെ ആ അപമാനവും ആ ഒരു വിഷമവും ഒക്കെ സഹിച്ച് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ പിന്നീട് സിസ്റ്ററിനോട് ഈശോ പറയാണ്, നീ അന്ന് ചെയ്ത ആ പ്രവൃത്തിയിലൂടെ ഞാൻ നിന്നെ മാനിച്ചു എന്ന്, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിച്ചു എന്ന്, എനിക്ക് ഒത്തിരി കൃപകൾ ഞാൻ തരുന്നു ഈശോ അന്നത്തെ ആ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ ഈശോ പറയാണ്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ അനുസരണവും ആ എളിമപ്പെടലും എല്ലാം ദൈവം അതിന് വില തരുന്ന ഞാനും വിശ്വസിക്കുകയാണ്. നമ്മൾ ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഈ ജോലിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഈശോയോട് കൂടി ചേർത്ത് അങ്ങ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുമെന്ന് തോന്നുന്നത് അല്ലേ? അതെ, നമ്മുടെ ആ സുവിശേഷ ഭാഗം ആ വചനം യോഹന്നാൻ 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നുള്ള ഒരു വചനം, ശരിക്കും അത് എത്ര അർത്ഥവത്താണല്ലേ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം എളിമപ്പെടണോ അപ്പോൾ അത്രത്തോളം ഈശോ നമ്മുടെ ഉള്ളിൽ വളരാനായിട്ടുള്ള ഒരു വലിയൊരു വഴി ഒരുക്കുമല്ലേ ചേച്ചി? തീർച്ചയായിട്ടും. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ആ ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഇത് പറഞ്ഞത് ഞാൻ ഓർക്കാണ് പെട്ടെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും വിശുദ്ധിയോട് കൂടി ചെയ്യുമ്പോൾ അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ രോഗി ശുശ്രൂഷ നമുക്ക് വേണമെങ്കിൽ വെറുതെ മനസ്സില്ലാതെ നമ്മുടെ മുറുമുറുപ്പോട് കൂടി ചെയ്യുന്നത് നന്നായിട്ട്. ഇപ്പോൾ എനിക്ക് വിശുദ്ധി ഇല്ലാത്തത് മൂലം ഞാൻ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശുദ്ധിയോട് കൂടി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈശോ പറഞ്ഞ വചനഭാഗം വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് മദർ തെരേസ ജീവിച്ചിരുന്ന കാലത്ത് ജീവിക്കുന്ന വിശുദ്ധ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ നമ്മൾ വിശുദ്ധിയോടുകൂടി നമ്മുടെ രോഗി ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളും ഈ കാലഘട്ടത്തിൻ്റെ ജീവിക്കുന്ന വിശുദ്ധരായിട്ട് മാറില്ലേ ചേച്ചി? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ആശേ, നമ്മുടെ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ ഒത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള സമയങ്ങളുണ്ടാവും, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരു സമയങ്ങളുണ്ടാവും, അല്ലെ, അവസ്ഥകളുണ്ടാവും. അപ്പോഴൊക്കെ ഞാൻ നമ്മുടെ ഈ പോക്കറ്റിൽ കിടക്കുന്ന ആ കൊന്ത ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് പറയാം, അമ്മേ മാതാവേ എന്നെ സഹായിക്കണേ, പരിശുദ്ധാത്മാവിനെ അയച്ച് തീരുമാനം എടുക്കാനായിട്ട് സഹായിക്കണേന്ന്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. പലപ്പോഴും നമ്മുടെ പരിശുദ്ധ അമ്മേനെ പിടിച്ച് മുന്നേറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തിരുവചനം നമുക്ക് ഒത്തിരി ശക്തി പകരുന്ന വചനങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ രോഗിയെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം അത് നമുക്ക് ഒത്തിരി ശക്തി പകരുന്നതായിട്ട്, നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ ഒത്തിരി സാന്ത്വനം നൽകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? ആ സിസ്റ്റർ എന്തോ ഭയങ്കര വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ അന്നു പങ്കോട്ടെ. ദൈവസ്നേഹം അറിഞ്ഞൊരു നേഴ്സ് വേദനിക്കുന്ന ഒരു നേഴ്സിന് ആശ്വാസമായി മാറുന്നത് എത്ര അനുഗ്രഹമാണ് അല്ലേ? നിന്റെ സഹോദരൻ എവിടെയെന്ന് കായനോട് ദൈവം ചോദിച്ചതുപോലെ നമ്മോട് ചോദിക്കാതിരിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ചുറ്റിലുമുള്ള സഹോദരങ്ങളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ
സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.